നമസ്കാരം. ശബരിമല യുവതീ പ്രവേശനം ചരിത്രപരമായ വിധി, ചരിത്രപരമായി കുറിക്കപ്പെട്ട പ്രതിഷേധങ്ങൾ, പ്രശ്നങ്ങൾ ഇന്നും തുടരുന്നു. ചില ചരിത്രവിധികൾ അങ്ങനെയൊക്കെയാണത്രേ. എതിർപ്പും വിദ്വേഷവും പുകച്ചിലുകളും ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ ഉണ്ടാവുന്നതാണത്രേ പൊതുനടപ്പ്. അതൊക്കെ കെട്ടടങ്ങുമെന്നാണ് ഇടതുപക്ഷ വിലയിരുത്തൽ. തൊട്ടുതീണ്ടായ്മയും ജാതിയും മതവും അടിമത്തവും മാറുമറയ്ക്കാനുള്ള അവകാശവും നേടിയെടുത്തത് പ്രതിഷേധങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷമത്രേ. പക്ഷേ ഒരു ചോദ്യം, ഇതൊക്കെ പൊതുജനത്തിന്റെ ആവശ്യകതയായിരുന്നു? ആചാര സംരക്ഷണത്തെയും അടിമത്വത്തെയും കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയാണോ? വ്യത്യസ്ത മതങ്ങൾ ആചരിച്ചു പോരുന്ന വിശ്വാസങ്ങളെ തല്ലിയുടയ്ക്കുമ്പോൾ അതുണ്ടാക്കുന്ന വേദന എത്രയെന്ന് നവോത്ഥാന നായകർ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ശബരിമലയിലെ യുവതീ പ്രവേശനത്തോടെ സ്ത്രീ സമത്വം സാധ്യമാവുമെന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയെങ്കിൽ നല്ലതു തന്നെ. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ക്ഷേത്രപ്രവേശനത്തിൽ അത്തരത്തിലൊരു സമത്വം തങ്ങൾക്കു വേണമെന്ന് എത്ര സ്ത്രീകൾ ആവശ്യപ്പെട്ടു എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട് താനും. 2018 സെപ്റ്റംബർ 29 ഭക്തസമൂഹത്തിന്റെ നെഞ്ചിൽ കത്തികുത്തിയിറക്കിയ പ്രഖ്യാപനം എന്തിനായിരുന്നെന്ന് എല്ലാവരും ആരാഞ്ഞപ്പോൾ സ്ത്രീകളുടെ സമത്വം, അതും ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, അത് ഉറപ്പുവരുത്തി തന്നെ അധികാരമിറങ്ങൂ എന്നാണ് വാദം. വിധിക്കു പുറകെ 3 മാസക്കാലത്തോളം പലതവണ യുവതികൾ വിധിയുടെ ബലത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും 2019 ജനുവരി 2 വരെ കാത്തിരിക്കേണ്ടി വന്നു വിധി നടപ്പിലാക്കാൻ. ബിന്ദുവും കനകദുർഗയും മല ചവിട്ടിയിട്ട് 1 മാസം തികയുമ്പോൾ പ്രതിഷേധങ്ങൾ ഇന്നും അലയടിക്കുന്നുണ്ട് താനും. ശബരിമലയിൽ എത്തുകയും എത്താൻ ശ്രമിക്കുകയും ചെയ്ത എല്ലാ യുവതികൾക്കും പോലീസ് സുരക്ഷ ഉറപ്പാക്കും എന്ന സർക്കാർ വാഗ്ദാനത്തിൽ മല ചവിട്ടിയ യുവതികളിൽ ഒരാളിന്ന് വീട്ടിൽ പോലും കയറാനാവാതെ കുടുംബവും ബന്ധങ്ങളുമില്ലാതെ ഏകയാണ്. സർക്കാരിന്റെ വാഗ്ദാനം എന്തായാലും ഭംഗിയായി നടപ്പിലാക്കുന്നുണ്ട് താനും. കനത്ത സുരക്ഷയിൽ തന്നെ രാജകീയ വാസമെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ. ഒന്നുറക്കെ കരയണമെന്നുണ്ടായിട്ടും ഭർത്താവിനെ കണ്ട് സംസാരിക്കാൻ പോലും സാധിക്കാതെ അനാഥത്വം. മല ചവിട്ടാനെത്തിയ സ്ത്രീകളെ കായികമായി നേരിടുമെന്ന് സംഘപരിവാറുകാർ ഘോരഘോരം പ്രസംഗിച്ചപ്പോഴും പ്രാവർത്തികമാക്കിയപ്പോഴും നവോത്ഥാന നായികമാർ വിരണ്ടോടിയില്ല. വീണ്ടും വീണ്ടും ആരോ പുറകിൽ നിന്നും തള്ളിവിടുന്ന പോലെ അവർ എത്തിക്കൊണ്ടിരുന്നു. തലവഴി മുണ്ടിട്ട് ചരിത്രം സൃഷ്ടിച്ചുവെങ്കിൽ തലയിൽ പൊടിയിട്ട് വേഷപ്രച്ഛനയായി എത്താനുള്ള ശ്രമവും നടന്നു. സർക്കാരിന്റെ വക 51 യുവതീ പ്രവേശനവും പട്ടിക പുറത്തുവിടലും എന്തൊക്കെയായിരുന്നു? പൊതുജനങ്ങളെ കഴുതയാക്കുന്ന ഏർപ്പാട് എന്ന് നിർത്തുന്നുവോ ഈ പറയുന്ന നവോത്ഥാനവും പുരോഗമനവാദവും എല്ലാം സാധ്യമാകും എന്നതിൽ സംശയമില്ല. ചരിത്രപരമായി ശ്രദ്ധിക്കപ്പെടാനൊക്കെ സാഹസികത നിർബന്ധമാണ്. വലിയ വലിയ നേതാക്കളൊക്കെ ആവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ആദ്യഘട്ടത്തിൽ മല കയറാൻ ഉദ്യമിച്ച ബിന്ദു തങ്കം കല്യാണിയും രഹ്ന ഫാത്തിമയും അടക്കമുള്ളവർ കണ്ടം വഴി ഓടിയിട്ടും കനത്ത പോലീസ് സുരക്ഷയിൽ മല കയറിയ ഋതുമതികൾ ഇന്ന് നെട്ടോട്ടത്തിലാണ്. ഭർത്താവിനെയും കുടുംബത്തെയും തിരികെ വേണമെന്ന് കരഞ്ഞു പറയേണ്ട ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. 100 ദിവസത്തിൽ കൂടുതൽ വ്രതമിരുന്ന രേഷ്മ നിശാന്ത് ഒടുവിൽ മല കയറാൻ എത്തി മടങ്ങുമ്പോൾ പറഞ്ഞതും ഇങ്ങനെ തന്നെ: എനിക്കിനിയും വ്രതമിരിക്കാനാവില്ല, എനിക്കെന്റെ കുടുംബജീവിതം വേണമെന്നാണ്. ആരു നിർബന്ധിച്ചു ഇവരെ? സ്വതന്ത്രരായിരുന്നില്ലേ ഇവർ? സ്ത്രീ സമത്വത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഒരുമ്പിട്ടിറങ്ങിയപ്പോൾ എല്ലാം തിരിച്ചു പിടിച്ചെന്നാണോ ഇവർ അവകാശപ്പെടുന്നത്? തൊഴിലിടങ്ങളിൽ പോലും പോകാനാവാതെ ഇവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയത് ആരാണ്? കേരളത്തിലെ പോലീസ് സൈന്യം പൂർണ്ണമായും നവോത്ഥാന നായികമാർക്ക് എത്ര കാലം സുരക്ഷയൊരുക്കുമെന്ന് കാണണം. സാധാരണക്കാരന്റെ ജീവിതം ചുവപ്പുനാടയിൽ ഇന്നും കുരുങ്ങിക്കിടക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിലെ പല ഫയലുകളും വെളിച്ചം കാണാതെ ചിതലരിച്ചിരിക്കുന്നു. കേരള നവോത്ഥാനവും സ്ത്രീ സമത്വവും ശബരിമല വഴി മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? ചുരുക്കം പറഞ്ഞാൽ ഈ വിധിയിൽ സന്തോഷിക്കുന്നത് ആര്? എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയെങ്കിൽ അതാര് എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി. വിതച്ചതും കൊയ്തതുമെല്ലാം രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും മാത്രം.